അനിൽ, ഇന്നലെ UDFന്റെ പ്രചരണ യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ അങ്ങേക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. പ്രധാനപ്പെട്ട ഒരു പരാമർശം, അങ്ങ് കോൺഗ്രസിനെ വഞ്ചിച്ച് BJPയിൽ ചേർന്നു, BJPയെയും അനിൽ ആന്റണി വഞ്ചിക്കും എന്നുള്ളതാണ്. വഞ്ചിക്കുമോ? എന്തായി പറയുന്നത്? താങ്കൾ സാഹചര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. അതായത് കുര്യൻ സാറിനെയൊക്കെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നൊരു വ്യക്തിയാണ്. എൻ്റെ കുടുംബം പോലെ തന്നെയാണ് അദ്ദേഹം. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഞാൻ ഒട്ടും അംഗീകരിക്കുന്നതല്ല. കാര്യം കോൺഗ്രസ് പാർട്ടി ഞാൻ വിട്ട സാഹചര്യം എന്താണെന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. BBC ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ പരമാധികാരത്തെയും ചോദ്യം ചെയ്ത് ശ്രീ നരേന്ദ്രമോദിജിയെ കരിവാരിത്തേക്കാൻ വേണ്ടി ഒരു ഡോക്യുമെൻ്ററി ഇറക്കി. പക്ഷേ അത് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരത്തെയും തന്നെയാണ് ചോദ്യം ചെയ്തത്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ പല കാരണങ്ങളാലും ഞാൻ പാർട്ടിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ഞാനിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയിൽ ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ന് ഇന്ത്യയെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. കാര്യം ഇന്ന് അടുത്ത 25 വർഷത്തേക്ക് ഒരു ലോങ് ടേം വിഷനുണ്ട്. ഇന്നത്തെ ഇന്ത്യ ഇന്ന് തന്നെ വളരെ ശക്തമായ ഇന്ത്യയാണ്. ആ ഇന്ത്യയെ അടുത്ത 25 വർഷത്തിൽ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക, ഇതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. പക്ഷേ കോൺഗ്രസ് പാർട്ടി ആ BBC ഡോക്യുമെൻ്ററിയുടെ സമയത്ത് തന്നെ രാജ്യവിരുദ്ധമായ ഒരു നയമാണ് എടുത്തത്. അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് 1.5 വർഷമായിട്ട് അവരുടെ ഏറ്റവും വലിയ നേതാവ് രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ നടന്ന് ഇന്ത്യയെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് 5 ആഴ്ചയേ ഉള്ളൂ. ഞാൻ വന്ന ആദ്യത്തെ ആഴ്ചയാണ് ഈ സംഭവം, ആദ്യത്തെ 2ാമത്തെ ആഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്കെതിരെ മത്സരിക്കുന്ന ശ്രീ ആന്റോ ആന്റണി 15 വർഷം MP ആയിരുന്ന വ്യക്തിയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട പാർലമെന്ററി കമ്മിറ്റികളിലൊക്കെ മെമ്പറായിട്ടുള്ള ആളാണ്. ഇവിടെ നാഷണൽ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള പല ബില്ലുകൾക്കും വോട്ട് ചെയ്തൊരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി ഇവിടെ ചില തീവ്ര മനോഭാവമുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രം എന്താണ് ചെയ്തത്? അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു. അതിനോടൊപ്പം തന്നെ ഇപ്പം ഇവിടെ ഒരുപാട് നാളായിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ സുരക്ഷാ പ്രശ്നം പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദമാണ്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദമാണ്. അങ്ങനെയുള്ള പാകിസ്ഥാന്റെ ഒരു തീവ്രവാദ ശ്രമത്തെ വെള്ളപൂശാൻ ശ്രീ ആന്റോ ആന്റണി ശ്രമിച്ചു. ഞാൻ പറഞ്ഞു കഴിയട്ടെ. അപ്പോൾ ശ്രീ ആന്റോ ആന്റണി ചെറിയ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രം അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അവഹേളിക്കുകയും പാകിസ്ഥാനെ വെള്ളപൂശാൻ, അതായത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെ വെള്ളപൂശാനും ഇന്ത്യയെ ചതിക്കാനും ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി, ഇന്ത്യയെ ചതിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി ക്യാമ്പയിനിങ്ങിന് വരുന്ന ഓരോരുത്തരും എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോൾ എനിക്ക് വേറൊന്നും പറയാനില്ല. കാര്യം കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ രാഷ്ട്രീയം ഒട്ടും ശരിയല്ല.